സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജാണ് ഒപ്പമുള്ളത്. മാഡം, ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷന് 4 വർഷം സർവീസ് നിർബന്ധമാക്കി എന്ന് കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത വന്നിരുന്നു. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പെൻഷന് അർഹതയുണ്ടായിരുന്നു. 2 വർഷത്തിൽ കൂടുതലാണ് എങ്കിൽ അത് 3 വർഷമായി കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. ഒരു മന്ത്രിസഭയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതി എന്നാണ് പുതിയ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് എത്രത്തോളം ഗുണകരമായ തീരുമാനമാണ്? അത് വളരെ ആശ്വാസകരമായ എന്നല്ല സ്തുത്യർഹമായ ഒരു തീരുമാനമാണ്. ഇതെല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയുമ്പോൾ പൊതുജനത്തിന് തീർച്ചയായിട്ടും ഈ അവരുടെ തീരുമാനം, അതായത് ഈ ശ്രീ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന് വളരെയധികം ശക്തമായി ജനപിന്തുണ നൽകിയത് കൊണ്ടാണ് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരുന്നത്. അതായത് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടാണ് ജനം മാറാൻ പോകുന്നത്. അതുവഴിയായിട്ട് എങ്ങനെയാണ് ഖജനാവ് നിറയ്ക്കാൻ പോകുന്നത്, അതിലേക്കുള്ള ഒരു ചെറിയ ചൂണ്ടുപലകയാണ് ഇത്. ഇപ്പോൾ ഈ 2 വർഷവും 1 ദിവസവും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ സ്റ്റാഫിനെ പിന്നെ ഏതെങ്കിലും കാരണവശാൽ മാറ്റി വേറൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ ആദ്യത്തെ ആൾക്ക് 2 വർഷവും 1 ദിവസവുമാണ് ജോലി ചെയ്തത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ 1 ദിവസത്തെ 3 വർഷമായിട്ട് 3ാമത്തെ വർഷമായിട്ട് കണക്കാക്കിക്കൊണ്ട് ലൈഫ് ലോങ് പെൻഷനാണ് കൊടുക്കുക. അപ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫായിട്ടൊക്കെ വരുന്നവരൊക്കെ സാധാരണ രീതിയിൽ പ്രായത്തിലും കുറവുള്ളവരൊക്കെ ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് 10-80 വർഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പെൻഷനും പറ്റിക്കൊണ്ട് അവരിവിടെ ജീവിക്കുക. അത് ഒരാൾക്ക് പെൻഷൻ കൊടുക്കട്ടെ, പക്ഷേ 2 വർഷം 1 ദിവസവും ജോലി ചെയ്ത് പിരിയുന്നവർക്കും ലൈഫ് ലോങ് പെൻഷൻ, പകരം വരുന്ന അപ്പോൾ 3 വർഷമോ അല്ലെങ്കിൽ 2.5 വർഷമോ അങ്ങനെ ഏതെങ്കിലും ഒരു പീരീഡ് ആയിരിക്കുമല്ലോ പകരം വരുന്നയാൾ, അയാൾക്കും. അപ്പോൾ എന്താ വെച്ചാൽ അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾ ഉദ്ദേശിച്ചിരുന്നത് ഒരു മന്ത്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാവുന്നിടത്ത് തന്നെ ആ ഗ്യാപ്പിൽ തന്നെ 2 പേരെ വച്ച് അവർക്ക് പെൻഷൻ കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുക. ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നേതാക്കന്മാരെ പിൻപറ്റി ഒരുപാട് പേര് ഇങ്ങനെ വേറെ ഒന്നിനും പോകാതെ ജീവിതമാർഗമായിട്ട് ഈ രാഷ്ട്രീയം തന്നെ ജീവിതമാർഗമായിട്ട് നടക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് അവരുടെ ഒരു നേതാവ് മന്ത്രിയാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ജീവനോപാധി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഈ പറയപ്പെട്ട നേതാക്കന്മാരുടെ ഉദ്ദേശം. അപ്പോൾ അതിനു വേണ്ടിയാണ് പേഴ്സണൽ സ്റ്റാഫിനെ പറ്റുന്നത്ര പേരെ പേഴ്സണൽ സ്റ്റാഫ് ആക്കുക. അപ്പോൾ 30 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് 60 പേഴ്സണൽ സ്റ്റാഫിനെ സൃഷ്ടിക്കുക, അവർക്കൊക്കെ പെൻഷനാക്കുക. ധന്യമായി ജീവിതം എന്നാണ് അവരുടെ ഓർമ്മ. പക്ഷെ അവരന്നേരം കണക്ക് കൂട്ടാത്തത് എവിടെ നിന്നാണ് ഈ ലൈഫ് ലോങ് പെൻഷൻ കൊടുക്കാൻ, ഈ 60 പേർക്ക് പെൻഷൻ കൊടുക്കാനുള്ള ഫണ്ട് വരുന്നത്? അത് മുഴുവൻ ഈ സമൂഹത്തിലെ സർവ്വസാധാരണക്കാരായ മനുഷ്യരിൽ നിന്നാണ്. അപ്പോൾ ഈ പണക്കാരും കൊടുക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഒരു പ്രത്യേകത, ഒരു വസ്തുത ഓർക്കാനുണ്ട്. ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഒരു ദിവസം 1000 രൂപ അല്ലെങ്കിൽ പോട്ടെ 500 രൂപ കിട്ടിയെന്നിരിക്കട്ടെ, അയാൾക്ക് കൂലി 1250 രൂപ കൂലി കിട്ടുന്നവരും അവരുടെ ഉച്ചഭക്ഷണവും പിന്നെ അതും ഇതുമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 750-800 രൂപ എന്ന് വെച്ചോളൂ. അത്രയും രൂപ കൊണ്ട് ഒരു ദിവസത്തെ, അതായത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും, ഭക്ഷണ സാധനങ്ങളാണെങ്കിലും പയറുവർഗ്ഗങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഇതൊക്കെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഇന്ധന വില കൂടിയിരിക്കുന്നു. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇനിയിപ്പോൾ അറിയാൻ പോവുകയാണ്. ഭയങ്കര വിലക്കയറ്റമായിരിക്കും ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ്? 800 രൂപ ജോലി ചെയ്ത് മിച്ചം വെച്ച 800 രൂപ, ആഹാരത്തിനുമൊക്കെ എടുത്തു കഴിഞ്ഞ് മിച്ചം വെച്ച 800 രൂപയും കൊണ്ട് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയാൽ നമുക്കറിയാം, പണ്ട് 1980 1 കിലോ മത്തിക്ക് 2 രൂപയായിരുന്നു വില. ഇപ്പോൾ 1 കിലോ മത്തിയുടെ വില എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇന്നത്തെ വില എത്രയാണെന്ന്. എന്താണെങ്കിലും അത് 500-600 രൂപയൊക്കെയാണ്. 1 കിലോ നെയ്മീൻ ഇപ്പോൾ എത്രയാണ് വില? ആർക്ക് മേടിക്കാൻ പറ്റുന്നു? ആ തരത്തിൽ ഇപ്പോൾ നെയ്മീനൊന്നും വേണ്ട, പക്ഷെ മത്തി സാധാരണക്കാർ കഴിക്കേണ്ട ഒരു മീനല്ലേ, അതുപോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 1 കിലോ മത്തി മേടിച്ചാൽ പിന്നെ അയാളുടെ കയ്യിൽ ഒന്നും ബാക്കി കാണില്ല.
അതാണ് അവസ്ഥ. അങ്ങനെയാണ് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ശമ്പളത്തിൻ്റെ മൂല്യം കുറയുന്നത്. ശമ്പളം 800 രൂപ, 1250 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണു തള്ളും. പക്ഷെ അതുകൊണ്ട് വാങ്ങാവുന്ന ഉൽപ്പന്നം, അതാണല്ലോ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്, അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ആരാണ് കൂടുതൽ നികുതി കൊടുക്കുന്നത്? ഈ 1250 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് 800 രൂപ ബാക്കി കയ്യിൽ അവശേഷിക്കുന്നു, അന്നത്തെ അവനവൻ്റെ ചെലവ് കഴിഞ്ഞ്. ആ 800 രൂപയ്ക്കും സാധനങ്ങൾ വാങ്ങുമ്പോൾ 800 രൂപയിൽ നികുതി കൊടുക്കുകയാണ് ഒരു പാവപ്പെട്ടവൻ. അതേ സമയത്ത് നമ്മൾ അംബാനിയെയോ അദാനിയെയോ ബിർളയെയോ എടുത്തു നോക്കുക. അവരുടെ വരുമാനം എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ, ചിലപ്പോൾ കോടികളായിരിക്കും ഒരു ദിവസത്തെ വരുമാനം. അതിൻ്റെ എത്രയോ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് അവരവരുടെ അന്നന്നേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വസ്ത്രത്തിന് വേണ്ടി, വണ്ടിക്ക് വേണ്ടി, എല്ലാത്തിനും വേണ്ടി ചെലവഴിക്കുന്ന അവരുടെ വരുമാനത്തിൻ്റെ വളരെ ശതമാനം മാത്രമാണ്. അപ്പോൾ ആരാ കൂടുതൽ നികുതി കൊടുക്കുന്നത്? സംസ്ഥാന ഖജനാവിലേക്ക് ആരാ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ സർവ്വസാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ ഈ സർവ്വസാധാരണക്കാരായ മനുഷ്യരുടെ പണം എടുത്താണ് ഈ 60 പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്നത്. അതിലെ ഇൻജസ്റ്റിസ് ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. ഈ പേഴ്സണൽ സ്റ്റാഫൊക്കെ പ്രായം കുറഞ്ഞവരാണെങ്കിൽ അവർക്ക് എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റും. ആ തരത്തിലാണ് അവരെ രാഷ്ട്രീയക്കാർ എന്താ പറയുക, ബോധവൽക്കരിക്കേണ്ടത്. അല്ലാതെ നിനക്ക് ഞാൻ പേഴ്സണൽ സ്റ്റാഫായിട്ട് എംപ്ലോയ്മെൻറ്റ് തരാം, അങ്ങനെ നിനക്ക് ജീവിതകാലം മുഴുവനും ഈ പെൻഷനും മേടിച്ച് സുഖമായിട്ട് കഴിയാം എന്ന് പറഞ്ഞല്ല ബോധവൽക്കരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം ചുരുക്കണം. അതുപോലെ തന്നെ ശ്രീ വി.ഡി. സതീശൻ എടുത്ത ഈ തീരുമാനം 4 വർഷമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന ആ തീരുമാനം എക്സലൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അദ്ദേഹം അതിനൊരു 101 അനുമോദനങ്ങൾ അർഹിക്കുന്നു. കാരണം അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ 60 പേഴ്സണൽ സ്റ്റാഫിനെ വരെ ഒരൊറ്റ മന്ത്രി അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള ക്യാബിനറ്റ് പദവിയുള്ള ഒരാൾ തന്നെ സൃഷ്ടിക്കുക എന്നതിന് മാറ്റം വരും. 30-ൽ കൂടുതൽ ഒരു കാരണവശാലും വരില്ല. അതുമാത്രമല്ല, എൻ്റെ പൂർണ്ണ വിശ്വാസവും ശ്രീ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 20 പേഴ്സണൽ സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ, അതായത് ശരിക്കും പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് 16 പേഴ്സണൽ സ്റ്റാഫോ അതിൽ താഴെയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ ഈ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് 20-ഉം 30-ഉം ഒക്കെ പേഴ്സണൽ സ്റ്റാഫ്? അത് 15-ലേക്കെങ്കിലും താത്തിക്കൂടെ? അങ്ങനെ 15-ലേക്ക് താത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ PSC മെമ്പേഴ്സിൻ്റെ എണ്ണം. PSC മെമ്പേഴ്സ് നമുക്ക് 21 ഉണ്ട്. നോക്കണം, 22 ഓൾ ഇന്ത്യ പരീക്ഷകൾ നടത്തുന്ന ഒരു PSC ആണ് UPSC എന്ന് നമ്മൾ പറയുന്നത്. 22 ഓൾ ഇന്ത്യ പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യയിലെ 146 കോടി 39 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി, അത്ര ബൃഹത്തായ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന 22 പരീക്ഷ. എന്നിട്ട് UPSCയിൽ ചെയർമാൻ അടക്കം 9 മെമ്പേഴ്സും ചെയർമാനുമാണ് ഉള്ളത്. പിന്നെ എന്തിനാണ് കേരള, അതായത് 3 കോടി 50 ലക്ഷം ജനങ്ങളുള്ള കേരളത്തിൽ, അതും ഇപ്പോൾ ഈ ബ്രെയിൻ ഡ്രെയിൻ കാരണം എത്ര കുറവുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് 21, എന്തിനാണ് ഈ 21 PSC മെമ്പർ? അവർ മേടിക്കുന്ന ശമ്പളവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ തന്നെ വീഡിയോ വഴി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള 21 പേരെ എന്തിനാണ് ഈ ജനങ്ങൾ തരുന്ന നികുതി പണം കൊണ്ട്, പാവപ്പെട്ടവർ തരുന്ന നികുതി പണം കൊണ്ടാണ് ഈ 21 പേരെ തീറ്റിപ്പോറ്റുന്നത്. അവിടെ കേരളത്തെ സംബന്ധിച്ചുള്ള ഡിജിറ്റൽ കേരള എന്നാണ് വീമ്പിളക്കുന്നത്. അങ്ങനെയുള്ള ഡിജിറ്റൽ കേരളയിൽ ഇത് 10-ഓ 11-ഓ ഒന്നും വേണ്ട, അതിനേക്കാളും താഴ്ന്ന് ഇരുന്നാൽ തന്നെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രിയപ്പെട്ടവരെയൊക്കെ തീറ്റിപ്പോറ്റണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ പറയപ്പെടുത്തുപോലെ 21 തന്നെ വേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പകുതിയാക്കി ചുരുക്കാൻ പറ്റും. ഇതുപോലെ സമസ്ത മേഖലകളിലും കടുംപിടുത്തം പിടിക്കണം. അതായത് ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത്രയേറെ സ്റ്റാഫിൻ്റെ ആവശ്യമില്ല ഒരു സ്ഥലത്തും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ എല്ലാം ഡിജിറ്റൈസേഷൻ നടത്തി ഡിജിറ്റലാക്കിയിരിക്കുന്നു എന്ന് വീമ്പിളക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയധികം സ്റ്റാഫിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തൊഴിലോ
യുവതി യുവാക്കൾക്ക് തൊഴിലോ എന്ന ചോദ്യം വരും. അതിന് ഇവിടുത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തി, ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം, വ്യവസായ എക്കോസിസ്റ്റം മെച്ചപ്പെടുത്തി, വ്യവസായികളെ, പ്രവാസി വ്യവസായികൾ തൊട്ട് ആരും വരും, ഇവിടുത്തെ എക്കോസിസ്റ്റം നന്നാകണം. ആ എക്കോസിസ്റ്റം നന്നാക്കാനായിട്ട് ശ്രീ വി ഡി സതീശന് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു കൺസേർട്ടഡ് എഫേർട്ട്, അതായത് സർവകലാശാലകളും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ എല്ലാവരും ചേർന്നുള്ള ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു യത്നമാണ് വേണ്ടത്. സർവകലാശാലകളിലൊക്കെ, കലാശാലകളെയൊക്കെ സ്റ്റാർട്ടപ്പിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ വായ്പയായിട്ട് കൊടുക്കുമെന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നല്ല എക്കോസിസ്റ്റം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വ്യവസായങ്ങൾ വരും, ഇവിടെ ഇവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ പേഴ്സണൽ PA ആയിട്ടോ ഒന്നും നിന്ന് ജീവിക്കേണ്ടി വരില്ല. അവർക്ക് അവനവൻ്റേതായ തൊഴിൽ കണ്ടെത്താൻ പറ്റും. അതിനൊക്കെയാണ് ഊന്നൽ കൊടുക്കേണ്ടത്.